ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ ചൗ വെജിറ്റബിൾസിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ വെജിറ്റബിൾസ് ഏകദേശം വെള്ളരിയോട് ഒരു സിമിലാരിറ്റീസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ ഫൈബറിൻ്റെ കണ്ടൻറ്റും വൈറ്റമിൻ സി എല്ലാം വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പച്ചക്കറിയാണ് ഇത്. അപ്പോൾ നമ്മൾ ഇവിടേക്ക് ഇതിനെ ചൗ എന്നാണ് പറയുക. ഇതിന് പല പേരുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഇന്ന് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചിലരൊക്കെ ഇതുകൊണ്ട് തോരൻ വയ്ക്കും കേട്ടോ. നമ്മൾ ഇതുകൊണ്ട് ഇന്ന് കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഈ കറിക്ക് വേണ്ടിയിട്ട് 2 എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തോലൊക്കെ ചെത്തിയെടുക്കട്ടെ. തോല് വളരെ നൈസാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ചെത്തിയെടുക്കാം. അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് തന്നെ കറി ഉണ്ടാക്കി എടുക്കുകയും ചെയ്യാം. ഇത് പച്ച കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ 2 ഇതാ ചെത്തിയെടുത്തിട്ടുണ്ട്. നമുക്ക് നടു കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിലൊരു കുരു ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ കുരു ഭക്ഷ്യയോഗ്യമാണെന്നാണ് പറയാല്ലേ. പക്ഷേ ഞാൻ കുരു എടുക്കുന്നില്ല കേട്ടോ. ഇനി ഞാനിത് ചെറിയ പീസാക്കി കറിക്ക് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അങ്ങനെ ഞാനിതാ മൊത്തത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് 2 ടൊമാറ്റോ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പരിപ്പിട്ടിട്ടാണ് കറി വയ്ക്കുന്നത്. അപ്പം പരിപ്പ് ഇതാ ഞാൻ ഓൾറെഡി ഒരു അരമണിക്കൂർ മുന്നേ കുതിർത്തി സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് ചട്ടിയിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ കുക്കറിലിട്ടിട്ട് ഒറ്റ വിസിലിന് ഇത് വേവിച്ചെടുക്കാം കേട്ടോ. കറിക്ക് ആവശ്യമായ വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഗ്യാസ് കത്തിച്ചിട്ട് ഗ്യാസിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ മിക്സിയിലിട്ട് അടിക്കാൻ പോവാണ്. ഇനി നമ്മൾ കറിക്ക് ആവശ്യം വേണ്ട മുളക് പൊടി ഒരു സ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ സ്പൂണാണ്. ഒരു 1/4 സ്പൂണ് നല്ല ജീരകം, അതായത് കുമീൻ സീഡ്സ് ആണ്. പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് ഇത് നമുക്ക് നന്നാക്കി അരച്ചു കൊണ്ടുവരും കേട്ടോ. അപ്പോഴത്തേക്ക് പരിപ്പ് തൊട്ട് മീഡിയം കുക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പച്ചക്കറി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ കഷ്ണം വേകുമ്പോഴത്തേക്ക് തന്നെ പരിപ്പ് ഇതിൻ്റെ കൂടെ വെന്ത് സെറ്റാവും കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ടൊമാറ്റോ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കറിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം ആയി. ഇനി ഞാൻ ഇത് തുറന്ന് നോക്കട്ടെ. അപ്പോൾ പരിപ്പും ഈ പച്ചക്കറിയും നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാൻ. ജാറൊക്കെ കഴുകി കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. നന്നാക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കണ്ടേ. ഇത് നമ്മുടെ വീട്ടിലുണ്ടായ കറിവേപ്പിലാണ്.
കറി തിളച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കുക. ഇനി കറിയൊക്കെ ഇറക്കി വെച്ചു. ഇനി വറവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പാനിലേക്ക് 1 സ്പൂണ് മിൽമൻ്റെ നെയ്യാണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഇനി നെയ്യ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരു 2 സ്പൂണ് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂണ് കടുകും നമ്മളൊരു 2 വറ്റൽമുളക് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ ടേസ്റ്റി കറിയിലേക്ക് ഇതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ല സ്മെല്ലാണ് കേട്ടോ. ഈ നെയ്യും ഈ പരിപ്പും ഇതൊക്കെ കൂട്ടി കഴിക്കുമ്പോണ്ടല്ലോ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ചൗ വെജിറ്റബിൾ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കുക. എന്നിട്ട് ഇതിൻ്റെ മെരിറ്റ്സും ഡീമെരിറ്റ്സും ഒക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇനി ഞാൻ ഇതൊന്ന് അടച്ച് വെക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് ഓപ്പൺ ആക്കുന്നത്. ഏകദേശം ഒരു 5-6 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാനിത് തുറന്ന് നോക്കി. കറിയെല്ലാം ഏകദേശം കുറുകി സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാനിത് ചോറിലേക്കാണ് സെർവ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ചൂടുള്ള ചോറിലേക്ക് ചൂടുള്ള കറി. പിന്നെ ഇന്ന് ചോറിനെ കൂട്ടി കഴിക്കാൻ പപ്പടമുണ്ട്, പൊരിച്ചതുണ്ട്, അച്ചാറുണ്ട് കേട്ടോ. വേറെ ഐറ്റംസ് ഒന്നുമില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചൗ വെജിറ്റബിൾസിൻ്റെ കറി ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് എൻ്റെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. താങ്ക് യു.